ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇനി ബാക്കിയുള്ളവർ ജോയിൻ ചെയ്യട്ടെ. ഏകദേശം കുറച്ച് പേരൊക്കെ ആയിട്ടുണ്ട്. ഓക്കെ, മലയാളം തന്നെയാണ് ഇന്നും കൂടെ ഒന്ന് സഹിക്കുക. കണ്ടിന്യൂസ് ആയിട്ട് 2 ദിവസം മലയാളം ക്ലാസ് ഒക്കെ വരുമ്പോൾ നിങ്ങൾക്ക് അല്ലേ ഒരു ബോറാവോ? ഇല്ല. ഇന്നലെ കുറച്ച് പേർക്ക് ഞാൻ ഗ്രൂപ്പിൽ കണ്ടതാണ്, കുറച്ച് പേർക്ക് സ്പീഡ് ഒന്ന് കൂടിപ്പോയി. പിന്നെ എന്താണ് വേർഡ്സ് അല്ലെ നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നൊക്കെ ഉള്ളൊരു കംപ്ലൈന്റ് ഉണ്ടായിരുന്നു. നമുക്കതൊക്കെ ശരിയാക്കാം കേട്ടോ. സംഭവം നിങ്ങൾ ആദ്യമായിട്ടാണോ PSC പഠിക്കുന്നത്? ഇതിൽ ആരെങ്കിലും ഉണ്ടോ? ഞാനൊന്ന് ചോദിച്ചോട്ടെ. ഫസ്റ്റ് ടൈം PSC പഠിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഓക്കെ, യെസ്. ശരിക്കും അതിന്റെ ഒരു പ്രശ്നമാകാനാണ് ചാൻസ്. മലയാളം ഫസ്റ്റ് ടൈം പഠിക്കുന്നവരൊക്കെ കുറേ പേരുണ്ട്. ഓക്കെ, നമ്മള് സാധാരണ നമ്മൾ PSC പഠിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ പഠിക്കാനിരിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു വളരെ ഷോർട്ട് ടൈമിൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ കിട്ടാനായിട്ട് ശ്രമിക്കും. അപ്പോൾ നമുക്കിപ്പോൾ സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് ഓക്കെയാണ്. നിങ്ങൾ പയ്യെ മതി മിസ്സേ, കുറച്ച് സ്പീഡിന് പോകും മിസ്സേ, മിസ് ഇപ്പൊ പറഞ്ഞു തീർത്തിട്ട് എവിടെയെങ്കിലും പോവാനുള്ള അതിനാണോ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും. ഒരു 3-4 മാസം കഴിഞ്ഞ് നിങ്ങൾ ഈ ട്രാക്കിലോട്ടൊന്ന് ഇറങ്ങും. പുതിയ പിള്ളേരെ സംബന്ധിച്ചാണ് ഞാൻ പറയുന്നത്. ഈ ഒരു ട്രാക്കിലോട്ട് ഇറങ്ങുമ്പം ഇതേ പറഞ്ഞവര് അന്നും കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ, ചിലര് പൊഴിഞ്ഞു പോകുന്നവരെ സംബന്ധിച്ചല്ല, ഈ തുടക്കം മുതലേ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ദിവസം പോലും ഒരു ക്ലാസ്സോ ഒരു റിവിഷൻ മെറ്റീരിയൽ അല്ലെങ്കിൽ ഒരു എക്സാമോ മുടങ്ങാതെ ചെയ്യുന്ന ആൾക്കാര് ഒരു 3 മാസം കഴിഞ്ഞിട്ട്, തുടക്കക്കാരാണ്, ഒരു 3 മാസം കഴിയുമ്പോൾ ഞാൻ അവരോട് ചോദിക്കും ഈ സ്പീഡിൽ പോയാൽ മതിയോ എന്ന് ഞാൻ ചോദിക്കും. അപ്പൊ അവര് പറയും എന്റെ പൊന്നു മിസ്സേ, കുറച്ചും കൂടെ സ്പീഡില് കുറച്ചുകൂടെ കാര്യങ്ങൾ ഉൾപ്പെടുത്തി പഠിപ്പിക്കുമോ, ഇങ്ങനെ ഇട്ട് ഇഴച്ചിഴച്ച് പോവല്ലേ എന്ന് പറയും. അങ്ങനെ പറയണം. അങ്ങനെ പറയുമ്പോഴാണ് നിങ്ങൾ ആ ട്രാക്കിൽ വീണു എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. കേട്ടോ, ഉറപ്പായിട്ട് നിങ്ങൾ അത് പറയണം. എനിക്ക് മനസ്സിലാവും മലയാളം ഫസ്റ്റ് ടൈം പഠിക്കുന്നവരായിരിക്കാം. നിർമ്മലോ? അത് നോർമൽ അല്ലേ? നോർമൽ. ഓക്കെ, നോർമലാണ്. ആ ഒരു ട്രാക്കിലോട്ട് വീഴുമ്പോഴാണ് നമ്മൾ അതിന്റെ സീരിയസ്നെസ് കൊടുത്ത് നമ്മൾ പഠിച്ചു വരുന്നത്. നിങ്ങൾ ദയവ് ചെയ്ത് ചെറിയ കുട്ടികൾ പഠിക്കുന്ന പോലെ ഉരുട്ടി എഴുതി അങ്ങനെ പഠിക്കാനായിട്ട് നിൽക്കരുത്. എന്നാ തെറ്റിച്ച് വേർഡ്സ് ഒന്നും തെറ്റിച്ച് എഴുതണമെന്നല്ല പറയുന്നത്. കാര്യങ്ങൾ കുറച്ചും കൂടെ വേഗത്തിൽ കേച്ച് ചെയ്ത് പോകാനായിട്ട് നോക്കണം കേട്ടോ. ഇവിടെ 10 ക്വസ്റ്റ്യനെ പഠിപ്പിക്കുള്ളൂ, 10 എണ്ണം മതി എന്നുള്ള രീതിയിൽ ഒരിക്കലും നിൽക്കരുത്. ഇപ്പം നിങ്ങൾ സ്വന്തമായിട്ട് വർക്ക് ചെയ്യുന്നില്ലേ? അതായത് സ്വന്തമായിട്ട് ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി നിങ്ങളുടേതായ രീതിയിൽ ഒരു പഠനവും കൂടെ വേണം. നമ്മൾ ആരും എത്രയൊക്കെ നമുക്ക് എവിടുന്നൊക്കെ ഹെൽപ്പ് മെറ്റീരിയൽസ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും സ്വന്തമായിട്ട് നമ്മൾ എന്താണോ അധ്വാനിക്കുന്നത് അതിന്റെ ഒരു റിസൾട്ടേ ഉണ്ടാവുള്ളൂ കേട്ടോ. സ്വന്തമായിട്ട് എല്ലാവരും ഇപ്പോഴേ ഒരു സ്റ്റഡി പ്ലാൻ ഒക്കെ പ്രിപ്പയർ ചെയ്ത് വേണം പോവാൻ. വീക്കായിട്ടുള്ള ഏരിയാസ് ഏതൊക്കെയാണ്, ഏതൊക്കെ സബ്ജക്റ്റ് വീക്കാണെന്നൊക്കെ സ്വന്തമായിട്ട് അറിയാവൂ എല്ലാവർക്കും. ഇപ്പൊ പലർക്കും ഇവിടെ മലയാളം ഭയങ്കര പാടാണ്, മനസ്സിലായി. മലയാളം ചിലർ CBSE ICSE ഒക്കെ പഠിച്ചവരെ സംബന്ധിച്ച് ഈവൻ മലയാളം വായിക്കാനും എഴുതാനും പോലും അറിയാത്ത ഒത്തിരി പേര് കാണും. നമ്മളെ ഡിഗ്രി ലെവൽ എക്സാംസ് ഫോക്കസ് ചെയ്യുന്നവരാണ് കൂടുതലും അങ്ങനെ വരാറുള്ളത്. ഇന്നലെ മിസ്സിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു പിഴവ് തന്നെയാണെന്ന് തോന്നുന്നു. കുറച്ച് സ്പീഡായി പോയി. ഇങ്ങനെയുള്ളവരെയും കൂടെ ഉൾപ്പെടുത്തിയായിരിക്കും ഇന്നത്തെ ക്ലാസ്. ആർക്കെങ്കിലും എവിടെയെങ്കിലും മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഗ്രൂപ്പിൽ ഉറക്കെ വിളിച്ചു പറയാം. കാരണം എന്താണ്, നിങ്ങളുടെ ടൈം, നിങ്ങളുടെ ക്യാഷ്, നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഇരിക്കുന്നതാണ്. ഇവിടെ ആരും ആരെ മുഖവും നോക്കണ്ട കേട്ടോ. മനസ്സിലായില്ലെങ്കിലോ എന്തെങ്കിലും പ്രോബ്ലംസോ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഇവിടെ മെസ്സേജ് അയച്ചോളൂ. അതിനൊന്നും ഒരു പ്രശ്നമില്ല കേട്ടോ. ഓക്കെ, ഇനി ഞാൻ ഇവിടെ സംസാരിച്ച് സമയം കളയുന്നില്ല. നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം.
ഇന്നലെ ഞാന് അക്ഷരങ്ങളും വർണ്ണവും അക്ഷരങ്ങളും നിങ്ങളെ പഠിപ്പിച്ചു. കുറച്ച് പര്യായ പദങ്ങളും കുറച്ച് എന്താ പറഞ്ഞേ വിപരീത പദങ്ങളും പഠിച്ചു. ഓക്കെ, ഇന്ന് നമ്മൾ ഗ്രാമറിന്റെ രണ്ടാമത്തെ സ്റ്റെപ്പ് വയ്ക്കുകയാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് ഇന്നലെ കഴിഞ്ഞു, രണ്ടാമത്തെ സ്റ്റെപ്പിലോട്ട് പോവുകയാണ്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് നാമം. ഹെഡിങ് കൊടുക്കുക, നാമം. ഓക്കെ, ഞാൻ പറയുന്നത് വളരെ വ്യക്തമായിട്ട് ആദ്യം കേൾക്കുക. ദയവ് ചെയ്ത് പേനയും പേപ്പറും എടുത്തു വെച്ച് എഴുതാനിരിക്കരുത്. ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയും. നോട്ട് ഇവിടെ കിട്ടും, ക്ലാസിന്റെ റെക്കോർഡ്സ് ഇവിടെ കിട്ടും. ഇപ്പൊ ഈ ഇരിക്കുന്ന ടൈം നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. ഈവൻ നിങ്ങൾക്ക് പറ്റുമെന്നൊരു റഫ് നോട്ടും കൊണ്ട് മാത്രം ഇരിക്കുക. ഓക്കെ, ഇവിടെ പഠിച്ചു പോണം. പിന്നെ ഇത് റിവിഷൻ ചെയ്ത് കേട്ട് എഴുതുക ചെയ്യാം. ഓക്കെ, നാമം. എന്താണ് നാമം? ഒന്നിന്റെ പേരാശബ്ദം കേട്ടോളൂ. ഒരു വ്യക്തിയുടെയോ സ്ഥലത്തിന്റെയോ വസ്തുവിന്റെയോ പേരായ ശബ്ദത്തെ നാമം എന്ന് പറയുന്നു. എന്താണ് നാമം? ഒരു വ്യക്തിയുടെയോ സ്ഥലത്തിന്റെയോ വസ്തുവിന്റെയോ പേരായ ശബ്ദത്തെ നാമം എന്ന് പറയുന്നു. ഈ നാമത്തെ പ്രധാനമായും 4ആയി തിരിച്ചിരിക്കുന്നു. എന്താണ് നാമം? നാമത്തെ പ്രധാനമായും എത്രയായി തിരിച്ചിരിക്കുന്നു? 4ആയി തിരിച്ചിരിക്കുന്നു. ഒന്നുകൂടെ പറയാം. ഒരു വ്യക്തിയുടെയോ സ്ഥലത്തിന്റെയോ വസ്തുവിന്റെയോ പേരായ ശബ്ദമാണ് നാമം. ഈ നാമത്തെ പ്രധാനമായും 4ആയി തിരിച്ചിരിക്കുന്നു. ഫസ്റ്റ് വൺ ദ്രവ്യനാമം. സെക്കൻഡ് വൺ ക്രിയാനാമം. മൂന്നാമത്തത് ഗുണനാമം. നാലാമത്തത് സമൂഹ നാമം. എന്താണ്? ഒരു വ്യക്തിയുടെയോ സ്ഥലത്തിന്റെയോ വസ്തുവിന്റെയോ പേരായ ശബ്ദത്തെ നാമം എന്ന് പറയുന്നു. ഈ നാമത്തെ പ്രധാനമായും 4ആയി തിരിച്ചിരിക്കുന്നു. ദ്രവ്യനാമം, ക്രിയാനാമം, ഗുണനാമം, സമൂഹ നാമം. ഓക്കെ, ദ്രവ്യനാമം, ക്രിയാനാമം, ഗുണനാമം, സമൂഹ നാമം. ഓക്കെ, അതിലെ ആദ്യത്തെ ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ദ്രവ്യനാമം. എന്താണ്? ദ്രവ്യനാമം. നോക്കൂ, ഒരു വസ്തുവിന്റെയോ വ്യക്തിയുടെയോ സ്ഥലത്തിന്റെയോ പേരായ ശബ്ദത്തെ നാമം എന്ന് പറയുന്നു. നാമത്തെ പ്രധാനമായും 4ആയി തിരിച്ചിരിക്കുന്നു. വേറെ ആർക്കെങ്കിലും ഓഡിയോ പ്രോബ്ലം ഉണ്ടോ? പെട്ടെന്ന് പറയൂ. നോ. അപ്പൊ അഞ്ജലി ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയിരിക്കാം. ഓക്കെ, നാമത്തെ പ്രധാനമായും 4ആയി തിരിച്ചിരിക്കുന്നു. ദ്രവ്യനാമം, ക്രിയാനാമം, ഗുണനാമം, സമൂഹനാമം. അതിലെന്താണ് ദ്രവ്യനാമം? അതിലെ ആദ്യത്തെ തിരിവാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. എന്താണ് ദ്രവ്യനാമം? അറിയോ? പഠിച്ചു വയ്ക്കുക. ഏതെങ്കിലും ഒരു ദ്രവ്യത്തിന്റെ അല്ലെങ്കിൽ ഒരു വസ്തുവിന്റെ പേരായ ശബ്ദമാണ് ദ്രവ്യനാമം. ദ്രവ്യം എന്ന് പറഞ്ഞാൽ മാസ് അല്ലെങ്കിൽ പിണ്ഡം എന്ന് പറഞ്ഞാൽ എന്താണ്? ദ്രവ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? പിണ്ഡമുള്ളവയാണ് അല്ലെങ്കിൽ മാസ് ഉള്ള എന്തിനേയും നമ്മൾ എന്ത് പറയും? നമ്മൾ ഫിസിക്സ് പഠിച്ചിട്ടുണ്ട് അല്ലേ? മാസ് ഉള്ള ഏതെങ്കിലും ഇല്ലാത്തതൊക്കെ ബാക്കി ഗണത്തിൽ വരും. ഇപ്പം പറയുന്ന കേൾക്കുക. ഓക്കെ, ഇല്ലാത്തത് ഏത് ഗണത്തിൽ വരുമെന്ന് താഴോട്ട് വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും. ഏതെങ്കിലും ഒരു ദ്രവ്യത്തിന്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വസ്തുവിന്റെ ഒരു വസ്തു നമ്മൾ ഏത് വസ്തു എടുത്താലും അതിന് എന്തുണ്ട്? പിണ്ഡം, മാസ് ഉണ്ട്. അപ്പൊ മാസ് ഉള്ള എന്തും ഒരു ദ്രവ്യമാണ്. പിണ്ഡമുള്ളവയാണ് നമ്മൾ ദ്രവ്യം എന്ന് പറയുന്നത്. ഇല്ലേ? നമ്മൾ ഫിസിക്സ് പഠിച്ചിട്ടില്ലേ? മാസ് ഉള്ള എന്തോ അല്ലേ? ഏത് വസ്തു എടുത്താലും അതിനൊരു പിണ്ഡം, മാസ് ഉണ്ടായിരിക്കും. മാസ്. ഓക്കെ, പിണ്ഡം എന്ന് പറയുമ്പോൾ ചിലർക്ക് ഫസ്റ്റ് ടൈം ആയിരിക്കും ആ ഒരു വേർഡ് കേൾക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്. സ്ഥിതി ചെയ്യാൻ ആവശ്യമായിട്ടുള്ളത് അല്ലേ? അതിനെയാണ്
ഫിസിക്സിൽ നമ്മൾ അതിനെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്, നമുക്ക് അത്രയും പോണ്ട. മാസ് ഉള്ള അല്ലെങ്കിൽ പിണ്ഡമുള്ള ഏതിനെയും നമ്മൾ ദ്രവ്യം എന്ന് പറയുന്നു. അപ്പൊ അങ്ങനെയുള്ള ഗണത്തിൽ വരുന്നതാണ് നമ്മൾ ദ്രവ്യനാമം എന്ന് പറയുന്നത്. ഓക്കെ, അത് ജീവനുള്ളതുമാകാം ജീവനില്ലാത്തതുമാകാം, അല്ലെ? ജീവനുള്ളതുമാകാം ജീവനില്ലാത്തതുമാകാം. ഇപ്പൊ ഒരു പേന എന്ന് പറയുന്നത് ഒരു ദ്രവ്യനാമത്തിന് ഉദാഹരണമാണ്. കാരണം പേനയ്ക്ക് എന്തുണ്ട്? ഒരു മാസം ഉണ്ട്, ഇല്ലേ? മാസ് ഇല്ലേ? ആ, മേശ, കസേര, രാമൻ, സീത, അല്ലേ? പിന്നെ അങ്ങനെ ഏതൊരു വസ്തു, അല്ലെങ്കിൽ ജീവനുള്ള വസ്തുക്കളാവാം ജീവനില്ലാത്ത വസ്തുക്കളാവാം, ഇതെല്ലാം ദ്രവ്യനാമത്തിന് ഉദാഹരണമാണ്. ഇവിടെ വല്ല സ്ഥലത്തിന്റെ പേരങ്ങാനും പറഞ്ഞു കഴിഞ്ഞാൽ അത് ദ്രവ്യനാമമാണോ? ഒരു സ്ഥലത്തിന് മാസം ഉണ്ടോ? ഇല്ല. അപ്പൊ അത് ശ്രദ്ധിച്ചോളണം. ദ്രവ്യം എന്ന് പറയുന്നത് ജീവനുള്ളതോ ജീവനില്ലാത്തതോ ആയ ഏതൊരു വസ്തുവിന്റെയും ദ്രവ്യനാമത്തിന് ഉദാഹരണമായി വരും. അപ്പൊ ഓക്കെ, എന്താണ് ദ്രവ്യനാമം? ഏതെങ്കിലും ഒരു ദ്രവ്യത്തിന്റെ അല്ലെങ്കിൽ ഒരു വസ്തുവിന്റെ പേരായ ശബ്ദമാണ് ദ്രവ്യനാമം എന്ന് പറയുന്നത്. ദ്രവ്യം എന്ന് പറഞ്ഞാൽ മാസ് ഉള്ളവ, അല്ലെ? അല്ലെങ്കിൽ ഒരു സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമായിട്ടുള്ളതും മാസ് ഉള്ളതുമായ ഏതൊരു വസ്തുവിനെയും നമ്മൾ ദ്രവ്യം എന്ന് പറയും. ഓക്കെ, ഇനി ഈ ദ്രവ്യനാമത്തെ വീണ്ടും 4ആയി തിരിച്ചിരിക്കുന്നു. ഈ ദ്രവ്യനാമത്തെ വീണ്ടും 4ആയി തിരിച്ചിരിക്കുന്നു. ഇതിനകത്ത് കുറച്ച് ഗണങ്ങൾ വരും കേട്ടോ. ഇവിടെയാണ് നമ്മൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടത്. ഇത് പഠിച്ചു കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ചെറിയ ചെറിയ കൺഫ്യൂഷൻസ് വരും. അത് ഫുൾ പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ കൺഫ്യൂഷൻസ് എല്ലാം മാറുകയാണ്. ഓക്കെ, ഇത് അതിൽ വരുമോ, ഇത് ഇതിൽ ഉൾപ്പെടോ എന്ന് ഇപ്പൊ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും. ഈ ഒരു പോർഷൻ കവർ ചെയ്ത് ഫുൾ കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അത് ക്ലിയർ ആവും. അതുവരെ ദയവ് ചെയ്ത് ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേട്ടിരിക്കാം. ഓക്കെ, അപ്പൊ ഒന്നും കൂടെ ഞാൻ പറയാം. ഒരു വ്യക്തിയുടെയോ സ്ഥലത്തിന്റെയോ വസ്തുവിന്റെയോ പേരായ ശബ്ദമാണ് നാമം എന്ന് പറയുന്നത്. നാമത്തെ പ്രധാനമായും 4ആയി തിരിച്ചിരിക്കുന്നു: ദ്രവ്യനാമം, ക്രിയാനാമം, ഗുണനാമം, സമൂഹനാമം. അതിൽ ഫസ്റ്റ് വൺ ദ്രവ്യനാമം. ഏതെങ്കിലും ഒരു ദ്രവ്യത്തിന്റെ അല്ലെങ്കിൽ വസ്തുവിന്റെ പേരായ ശബ്ദമാണ് ദ്രവ്യനാമം എന്ന് പറയുന്നത്. ജീവനുള്ളതും ജീവനില്ലാത്തതും ഇതിന് എക്സാമ്പിൾ ആണ്. ഉദാഹരണം: പേന, മേശ, രാമൻ, സീത. അങ്ങനെ നിങ്ങൾക്ക് അറിയാവുന്ന ജീവനുള്ളതും ജീവനില്ലാത്തതുമായിട്ടുള്ള എല്ലാ വസ്തുക്കളുടെയും ഉദാഹരണം നിങ്ങൾക്ക് അവിടെ ദ്രവ്യനാമത്തില് ഉൾപ്പെടുത്താം. ഇനി നോക്ക്, ഈ ദ്രവ്യനാമത്തെ വീണ്ടും 4ആയി തിരിക്കുന്നു. ശ്രദ്ധിച്ച് പഠിക്കാം. നാമം പഠിച്ചു, നാമത്തെ 4ആയി തിരിക്കുന്നു എന്ന് പഠിച്ചു. അതിൽ ആദ്യത്തെ ദ്രവ്യനാമം എന്തെന്ന് ഞാൻ പറഞ്ഞു. ഈ ദ്രവ്യനാമത്തെ വീണ്ടും 4ആയി തിരിക്കുന്നു. കൺഫ്യൂഷൻ വരരുത്. എന്താണ് നാമം? നാമത്തെ പ്രധാനമായും എത്രയായി തിരിക്കുന്നു, ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തന്നു. അതിൽ ആദ്യത്തെ ദ്രവ്യനാമമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ആ ദ്രവ്യനാമത്തെ വീണ്ടും 4ആയി തിരിക്കുന്നു എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ് ദ്രവ്യനാമത്തിനകത്ത് വരുന്ന സബ് ഡിവിഷൻ? ഓക്കെ, ഏതൊക്കെയാണെന്ന് അറിയാമോ? ദ്രവ്യനാമത്തെ 4ആയി തിരിക്കുന്നു എന്ന് പറഞ്ഞു. സംജ്ഞാനാമം, സാമാന്യനാമം, മേയനാമം, സർവനാമം. ഓക്കെ, സംജ്ഞാനാമത്തിനകത്ത് ആദ്യം വരുന്നതാണ് സംജ്ഞാനാമം, സാമാന്യനാമം, മേയനാമം, സർവനാമം. ഓക്കെ, സംജ്ഞാനാമം, സാമാന്യനാമം, മേയനാമം, സർവനാമം. അതിൽ ആദ്യത്തേതാണ് സംജ്ഞാനാമം. ഓക്കെ, ആദ്യത്തേതാണ് സംജ്ഞാനാമം. എന്താണ് നാമം? നാമത്തെ പ്രധാനമായി എത്രയായി തിരിക്കുന്നു? ദ്രവ്യനാമം, ക്രിയാനാമം, ഗുണനാമം, സമൂഹനാമം. അതിൽ ഫസ്റ്റ് വൺ ദ്രവ്യനാമം. എന്താണ് ദ്രവ്യനാമം എന്ന് പറഞ്ഞു? ദ്രവ്യനാമത്തെ വീണ്ടും 4ആയി തിരിക്കുന്നു എന്ന് പറഞ്ഞു. സംജ്ഞാനാമം, സാമാന്യനാമം, മേയനാമം, സർവനാമം. അതിൽ ഫസ്റ്റ് വൺ സംജ്ഞാനാമം. സംജ്ഞാനാമം നോക്ക്, എന്താണ് സംജ്ഞാനാമം എന്ന് പറയുന്നത്? ഒരു വ്യക്തിയുടെയോ ഒരു വസ്തുവിന്റെയോ ഒരു സ്ഥലത്തിന്റെയോ പേരായ ശബ്ദമാണ് സംജ്ഞാനാമം. എന്താണോ നമ്മൾ നാമം പഠിച്ചത് ആ നാമത്തിന് അതേ ഡെഫിനിഷൻ തന്നെയാണ്
സംജ്ഞാനാമത്തിനും ഉള്ളത്. ഓക്കെ, സംജ്ഞാനാമം ദ്രവ്യനാമത്തിനകത്ത് വരുന്നു എന്നേ ഉള്ളൂ. പക്ഷേ ശരിക്കും എന്താണോ നാമം എന്ന് പറയുന്നതിന് നമ്മൾ ഡെഫിനിഷൻ പഠിച്ചത്, അതേ ഡെഫിനിഷൻ തന്നെയാണ്, അതേ എക്സാമ്പിൾസ് തന്നെയാണ് സംജ്ഞാനാമത്തിനും ഉള്ളത്. ഒരു വ്യക്തിയുടെയോ ഒരു വസ്തുവിന്റെയോ ഒരു സ്ഥലത്തിന്റെയോ പേരായ ശബ്ദമാണ് സംജ്ഞാനാമം എന്ന് പറയുന്നത്. സ്ഥലം വരുമ്പോഴത്തേക്ക് ദ്രവ്യനാമത്തിനകത്താണല്ലോ ഇതിന്റെ കാറ്റഗറി. അപ്പൊ സംജ്ഞാനാമം എങ്ങനെ, സംജ്ഞാനാമത്തിന് ഉദാഹരണം എങ്ങനെ ഒരു സ്ഥലം വരും എന്നൊക്കെ നമുക്ക് ഡൗട്ട് വരും. പക്ഷെ അത് എന്താണ്, ഇതിന്റെ ഒരു സബ് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തി പറയുന്നു എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ സംജ്ഞാനാമം എന്താണോ ഡെഫിനിഷൻ പറഞ്ഞത് അത് തന്നെയാണ് സംജ്ഞാനാമത്തിനും ഉദാഹരണമായിട്ട് വരുന്നത്, അല്ലെങ്കിൽ ഡെഫിനിഷൻ ആയിട്ട് വരുന്നത്. അപ്പൊ ഒരു വസ്തുവിന്റെയോ ഒരു വ്യക്തിയുടെയോ ഒരു സ്ഥലത്തിന്റെയോ പേരായ ശബ്ദമാണ് സംജ്ഞാനാമം എന്ന് പറയുന്നത്. നോക്ക്, ഒരു വ്യക്തി രാമൻ, ഒരു വസ്തു പേന, ഒരു സ്ഥലം കേരളം, തിരുവനന്തപുരം, അങ്ങനെ ഏതെങ്കിലും ഒരു സ്ഥലം, പിന്നെ തെങ്ങ്, പൂവ്, തേക്ക് അങ്ങനെ ഈ ലോകത്തുള്ള ഏതൊരു വസ്തുവിനെ എടുത്താലും നാമം എന്ന് മാത്രമല്ല, അതിനെ സ്പെസിഫൈ ചെയ്ത് നമുക്ക് സംജ്ഞാനാമത്തിന് ഉദാഹരണമാണെന്ന് പറയാം. ഓക്കെ, സംജ്ഞാനാമത്തിന് ഉദാഹരണമാണെന്ന് നമുക്ക് എടുത്തു പറയാം. ഓക്കെ, നോക്ക്, എന്താണ് നാമം? നാമത്തെ പ്രധാനമായി 4ആയി തിരിക്കാം. അതിൽ ഫസ്റ്റ് വൺ ദ്രവ്യനാമം. ദ്രവ്യനാമം എന്തെന്ന് പറഞ്ഞു? ദ്രവ്യനാമത്തെ വീണ്ടും 4ആയി തിരിച്ചതിൽ സംജ്ഞാനാമം നമുക്ക് മനസ്സിലായി. രണ്ടാമത്തത് സാമാന്യനാമം. എന്താണ് സാമാന്യനാമം? നോക്ക്, ഒരു കൂട്ടം വ്യക്തികൾക്കോ വസ്തുക്കൾക്കോ സ്ഥലങ്ങൾക്കോ പൊതുവായി പറയുന്ന നാമം. ശ്രദ്ധിച്ചു കേൾക്ക, ഒരു കൂട്ടം വ്യക്തികൾക്കോ വസ്തുക്കൾക്കോ സ്ഥലങ്ങൾക്കോ പൊതുവായി പറയുന്ന നാമം. ഈ ദ്രവ്യനാമത്തിന് അകത്ത് ഡെഫിനിഷൻ വരുന്നെങ്കിലും ഈ സ്ഥലങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തി വരുന്നതാണ് കേട്ടോ. മാസം ഉള്ളതും മാസം ഇല്ലാത്തതും എടുത്തു പറഞ്ഞെങ്കിലും ഈ സ്ഥലങ്ങളും ഇതിന്റെ സബ് കാറ്റഗറിയിൽ വരുന്ന ഒരു സംഭവമാണ്. പൊതുവായി പറയുന്ന നാമം ഞാൻ പറഞ്ഞു, രാമൻ, അപ്പു, അച്ചു, എന്താണ് രാമൻ, അപ്പു, ഈ കുറച്ച് ആൺകുട്ടികളുടെ പേര് ഇപ്പം ഇവിടെ തന്നെ ഉണ്ട്. ജിത്ത്, എന്താണ്, പിന്നെ ബോയ്സ് ഇല്ലേ, അങ്ങനെ അങ്ങനെ കുറച്ചു പേര് എടുത്തെടുത്ത് പറയുകയാണെങ്കിൽ അത് സംജ്ഞാനാമത്തിന് ഉദാഹരണമാണ്. എന്നാൽ ഞാൻ അവരെ എല്ലാം കൂടെ ചേർത്ത് ആൺകുട്ടികൾ, ബോയ്സ് എന്ന് ഞാൻ ഒരു വിഭാഗത്തിലോട്ട് മാറ്റി നിർത്തി. അപ്പൊ അത് ഏത് നാമത്തിന് ഉദാഹരണമാണ്? സാമാന്യ നാമത്തിന് ഉദാഹരണമായി. എടുത്തെടുത്ത് പറഞ്ഞാൽ, പേരുകൾ ഓരോന്നായി എടുത്തെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അത് സംജ്ഞാനാമവും, എന്നാൽ അതൊരു കൂട്ടം, ഒരു വിഭാഗത്തിലോട്ട് മാറ്റി നമ്മൾ പറയുമ്പോൾ അത് സാമാന്യനാമത്തിനും, പൊതുവായി അതിനെ ഒരു വിഭാഗത്തിലോട്ട് നമ്മൾ ഏർപ്പെടുത്തി പറയുമ്പോൾ അത് സാമാന്യനാമത്തിന് ഉദാഹരണമാണ്. ഇപ്പം കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്ര, അങ്ങനെ ഓരോന്നും എടുത്തെടുത്ത് സ്ഥലങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ സംജ്ഞാനാമത്തിനും, എന്നാൽ സംസ്ഥാനങ്ങൾ എന്ന് പറയുന്ന ഒരു പൊതുവായ ഗണത്തിൽ ഉൾപ്പെടുത്തുമ്പോൾ അതിനെ സാമാന്യനാമത്തിന് ഉദാഹരണമാണ്. ആന, ആട്, പശു ഒക്കെ സംജ്ഞാനാമം, എന്നാൽ അത് മൃഗങ്ങൾ എന്ന് പറയുമ്പോൾ അത് സാമാന്യനാമത്തിന് ഉദാഹരണമാണ്. അതുപോലെ തേക്ക്, ആല്, മാവ്, പ്ലാവ് ഒക്കെ. പക്ഷെ മരങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് അത് സാമാന്യനാമത്തിന് ഉദാഹരണമാണ്. ഓർത്തു വെച്ചോളൂ, ഒരു കൂട്ടം വ്യക്തികൾക്കോ വസ്തുക്കൾക്കോ സ്ഥലങ്ങൾക്കോ പൊതുവായി പറയുന്ന നാമം, പൊതുവായി ഒരു വർഗത്തെ കാണിക്കുന്ന നാമമാണ് സാമാന്യനാമം എന്ന് പറയുന്നത്. ഓക്കെ, നദികൾ, സംസ്ഥാനങ്ങൾ, ആൺകുട്ടികൾ, പെൺകുട്ടികൾ, മരം, പൂവുകൾ, ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് സാമാന്യനാമത്തിന് ഉദാഹരണമാണ്. ഓക്കെ ആണോ? ഇത്രയും? എന്താണ് നാമം? നാമത്തെ പ്രധാനമായും എത്രയായി തിരിക്കുന്നു? ദ്രവ്യനാമം, ക്രിയാനാമം, ഗുണനാമം, സമൂഹനാമം. എന്താണ് ദ്രവ്യനാമം? ഏതെങ്കിലും ഒരു ദ്രവ്യത്തിന്റെ അല്ലെങ്കിൽ ഒരു വസ്തുവിന്റെ പേരായ ശബ്ദത്തെ ദ്രവ്യനാമം എന്ന് പറയുന്നു. ജീവനുള്ളതും ജീവനില്ലാത്തതുമാകാം സ്ഥലങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തി ആണ് ഡെഫിനിഷൻ, അതിന്റെ കാറ്റഗറി തിരിച്ചിരിക്കുന്നതെന്ന് ഓർത്തു വയ്ക്കാം. ദ്രവ്യനാമത്തെ വീണ്ടും 4ആയി തിരിക്കുന്നു: സംജ്ഞാനാമം, സാമാന്യനാമം, മേയനാമം, സർവനാമം.
അതിൽ നമ്മൾ സംജ്ഞാനാമവും സാമാന്യനാമവും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് മേയനാമം. എന്താണ് മേയനാമം? മൃഗം മതി, മൃഗങ്ങൾ വേണ്ട, അത് ഒത്തിരി പേര് മൃഗം, അത് രണ്ടും ഓക്കെയാണ്, അതെല്ലാം മൃഗങ്ങളുടെ ഗണത്തിൽപ്പെടുന്നു, അത്രയും മാത്രം ഓർത്താൽ മതി. അതെ, അളന്നു തിട്ടപ്പെടുത്താൻ കഴിയാത്ത ജാതി വ്യക്തി ഭേദങ്ങളില്ലാത്ത വസ്തുക്കളുടെ നാമം. ഇപ്പൊ നോക്ക്, ആകാശം, ഇതൊരാണാണോ പെണ്ണാണോ, അല്ലെങ്കിൽ ഇതിന് എത്ര പിണ്ടമുണ്ട്, ഇതെങ്ങനെ, എന്താണ്, അതൊന്നും ഇതിൽ വരുന്നില്ല അല്ലേ? അപ്പൊ അങ്ങനെയുള്ളതിന് നമ്മൾ ഏതെങ്കിലും ഗണത്തിൽ ഉൾപ്പെടുത്തണ്ടേ? അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയാത്ത ജാതി വ്യക്തി ഭേദങ്ങളില്ലാത്ത. നോക്ക്, നിങ്ങൾ ഇവിടെ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ മലയാളം വേർഡ്സ് നിങ്ങൾക്ക് ഡൗട്ട് വരുന്നത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ആൾക്കാരില്ലേ ഇതില്? മലയാളം വാക്കുകൾ ഇല്ലേ? അതും ഈ ജാതി വ്യക്തി ഭേദങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഒരിക്കലും നിങ്ങൾ കളയാക്കുന്നതല്ല, എനിക്ക് മനസ്സിലാകും. കാരണം എനിക്കും അങ്ങനെയുള്ള ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. ചില വാക്കുകൾ പറഞ്ഞു കഴിഞ്ഞാൽ അവരത് പഠിച്ചിട്ട് ഉണ്ടാവില്ല. അപ്പം പ്യുർ മലയാളം വേർഡുകളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് അത് ക്യാച്ച് ചെയ്യണമെന്നില്ല. അങ്ങനെയാണെങ്കിൽ മിസ് അതെന്താണെന്ന് എടുത്ത് ചോദിക്കാം കേട്ടോ ഇവിടെ. ഓക്കെ, അപ്പൊ നോക്ക്, കാരണം നമുക്ക് ഇവിടെ ഇംഗ്ലീഷിലോട്ട് മറ്റേത് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ എന്ത് കിട്ടും? ഇംഗ്ലീഷിലുള്ളതും കിട്ടും. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, നമുക്ക് ഇംഗ്ലീഷിൽ എക്സാം എഴുതാനല്ലേ എളുപ്പം. അതേ ഇംഗ്ലീഷിന്റെ മലയാളം കൺവേർഷൻ നമ്മൾ നോക്കുമ്പോഴത്തേക്കും നമുക്കത് നമ്മൾ കേട്ടിട്ട് പോലും ഇല്ലാത്ത വാക്കുകളാണ് PSC നമുക്കത് തരുന്നത്. പക്ഷെ മലയാളത്തെ സംബന്ധിച്ച് അങ്ങനെ ഇല്ല. ഒറ്റ ലാംഗ്വേജിലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവുള്ളൂ. ഓക്കെ, അതുകൊണ്ട് എന്തെങ്കിലും ഡൗട്ട് പറയുന്ന വാക്കുകളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്ത് ചോദിക്കാം. ഗൂഗിൾ ട്രാൻസ്ലേറ്റ് വളരെയധികം പറ്റിക്കും. ഓക്കെ, ഒരു കൂട്ടം എന്താണ് മേയനാമം? അളന്നു തിട്ടപ്പെടുത്താൻ കഴിയാത്ത ജാതി വ്യക്തി ഭേദങ്ങൾ ഇല്ലാത്ത വസ്തുക്കളുടെ നാമമാണ് മേയനാമം എന്ന് പറയുന്നത്. ഓക്കെ, അളന്നു തിട്ടപ്പെടുത്താൻ, നമുക്ക് അവിടെ ആകാശം അളക്കാൻ പറ്റുമോ? പറ്റില്ല അല്ലേ? പിന്നെ മഴ, മഞ്ഞ്, വെയിൽ, നിലാവ്, വായു, മേഘം, ഇതൊന്നും നമുക്ക് ഏത് ജാതിയിലോ ഏത് വ്യക്തിയാണെന്നോ എത്ര ഉണ്ടെന്നോ ഒന്നും നമുക്ക് നിശ്ചയമില്ല. അപ്പൊ ഇതിനെല്ലാം കൂടെ നമ്മൾ ഉൾപ്പെടുത്തുന്നതാണ് മേയനാമം. പണ്ടത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ താഴെ തന്നിരിക്കുന്നവയിൽ ആകാശം അല്ലെങ്കിൽ മഞ്ഞ് ഏത് നാമത്തിന് ഉദാഹരണമാണ്? എപ്പോഴും കാണാൻ കഴിയുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇനി ചിലപ്പോ അങ്ങനെ വരണമെന്നില്ല. ഡെഫിനിഷൻ തരുവ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ എന്താണ് സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസിനകത്ത് ഉൾപ്പെടുത്തിയൊക്കെ വരാൻ ചാൻസ് ഉള്ളൂ. മേഘം, മേയല്ല മേഘം. അപ്പൊ എന്താണ് മേയനാമം കഴിഞ്ഞു. ഇനി അടുത്തത് സർവനാമം. എന്താണ് സർവനാമം? എന്താണ് സർവനാമം? ഒരു നാമത്തിന് പകരം ഉപയോഗിക്കുന്ന നാമം. എന്താണ്? ഒരു പ്രോനൗൺ, ഇംഗ്ലീഷിൽ പറഞ്ഞു കഴിഞ്ഞാൽ പ്രോനൗൺ. ഒരു നാമത്തിന് പകരം ഉപയോഗിക്കുന്ന നാമം അല്ലേ? അവൻ, ഇപ്പൊ രാമന് പകരം നമ്മള് അവൻ, സീതയ്ക്ക് പകരം അവൾ, രാമനും സീതയും കൂടെ ഉള്ള ഒരു ഇതാണെങ്കിൽ നമുക്ക് അവർ അല്ലെ? ഇങ്ങനെ നാമത്തിന് പകരം നമ്മൾ അവിടെ എന്താണോ ഉപയോഗിക്കുന്നത് അത് സർവനാമം എന്ന് പറയുന്നു. ഓക്കെ, ഈ സർവനാമത്തെ വീണ്ടും മൂന്നായി തിരിക്കാം. ഉത്തമ പുരുഷൻ, മധ്യമ പുരുഷൻ, പ്രഥമ പുരുഷൻ. എന്താണ് നാമം? നാമത്തെ പ്രധാനമായി നാലായി തിരിക്കാം. ദ്രവ്യനാമം, ക്രിയാനാമം, ഗുണനാമം, സമൂഹനാമം. അതിൽ ഫസ്റ്റ് വൺ ദ്രവ്യനാമം. എന്താണ് ദ്രവ്യനാമം എന്ന് പറഞ്ഞു. ഈ ദ്രവ്യനാമത്തെ വീണ്ടും നാലായി തിരിക്കാം. സംജ്ഞാനാമം, സാമാന്യനാമം, മേയനാമം, സർവനാമം. എന്താണ് സർവനാമം എന്ന് ഞാൻ പറഞ്ഞു. ഒരു നാമത്തിന് പകരം ഉപയോഗിക്കുന്ന നാമമാണ് സർവനാമം. ഈ സർവനാമത്തെ വീണ്ടും മൂന്നായി തിരിക്കാം. ഉത്തമ പുരുഷൻ, മധ്യമ പുരുഷൻ, പ്രഥമ പുരുഷൻ. ഓക്കെ, ഈ സർവനാമത്തെ വീണ്ടും മൂന്നായി തിരിക്കാം. ഉത്തമ പുരുഷൻ, മധ്യമ പുരുഷൻ, പ്രഥമ പുരുഷൻ. എന്താണ് ഉത്തമ പുരുഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് പേഴ്സൺ. ഉത്തമ പുരുഷൻ ആരാണ്? ഫസ്റ്റ് പേഴ്സൺ. ഓക്കെ, പ്രഥമം കേട്ടിട്ട് എഴുതി കളയരുത്.
പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഫസ്റ്റ് പേഴ്സൺ ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഉത്തമ പുരുഷൻ. ഓക്കെ, ഞാൻ ഉത്തമനാ. ഞാൻ എപ്പോഴും ഞാൻ പഠിച്ചിരുന്ന സമയത്ത് അങ്ങനെയാ പഠിക്കുന്നത്. ഞാൻ ഉത്തമനാ. ഓക്കെ, അങ്ങനെ തന്നെ, ഞാൻ ഉത്തമൻ. ഞാൻ ഉത്തമനാ. ഓക്കെ ഓക്കെ. എന്താണ് ഉത്തമ പുരുഷനാണ്? ഫസ്റ്റ് പേഴ്സൺ. ഉത്തമ പുരുഷൻ എന്താണ്? വക്താവിനെ കുറിക്കുന്നതാണ്. വക്താവ്. എന്താണ് വക്താവ്? ഒന്ന് വക്താവ് എന്നൊന്ന് ഇവിടെ എഴുതിയേ ശ്രീരാജ്. വക്താവ്, വക്താവ് എന്നൊന്ന് എഴുതിയേ. അതെ, പറയുന്ന ആൾ. പറയുന്ന ആളാണ് വക്താവ്. ഓക്കെ, പറയുന്ന ആൾ, അതാണ് വക്താവ്. അതാ വക്താവ് എന്ന് എഴുതിയിട്ടുണ്ടേ, നോക്കിക്കൊള്ളണേ. വക്താവ്, പറയുന്ന ആൾ. ഈ പറയുന്ന ആളിനെ കുറിക്കുന്നതാണ് ഉത്തമ പുരുഷൻ. വക്താവിനെ കുറിക്കുന്നതാണ് ഉത്തമ പുരുഷൻ. എപ്പോഴും ഞാൻ ഉത്തമനാണ്, ഞാനാണ് എപ്പോഴും പറയുന്നത്. ഓക്കെ, ഞാൻ, ഞങ്ങൾ, എന്നെ, ഞങ്ങൾ എപ്പോഴും പറയുന്നത്. ഓർത്തു വെച്ചോളണം. ഓക്കെ, ഞാൻ, എന്നെ, അല്ലെ ഞങ്ങൾ, ഇതെല്ലാം ഉത്തമ പുരുഷന് ഉദാഹരണമാണ്. രണ്ടാമത്തത് മധ്യമ പുരുഷൻ. നോക്ക്, ശ്രോതാവിനെ കുറിക്കുന്നു, കേൾക്കുന്ന ആളിനെ കുറിക്കുന്നു. ആരാണോ കേൾക്കുന്നത് അവനെ കുറിക്കുന്നതാണ് മധ്യമ പുരുഷൻ. സെക്കൻഡ് പേഴ്സൺ. നീ, നിങ്ങൾ, നിന്റെ, നിങ്ങളുടെ, താങ്കൾ, താൻ. നമ്മൾ പറയല്ലേ, ഞാൻ പറയാണ്, ഞങ്ങള് എന്ന് പറയാണ്. നിങ്ങൾ അറിഞ്ഞോ? താൻ അറിഞ്ഞോ? താങ്കൾ അറിഞ്ഞോ? നിന്റെ വീടിന്റെ, അങ്ങനെയൊക്കെ പറയൂലേ. അപ്പം നിങ്ങൾ, നീ, നിങ്ങൾ, നിന്റെ, നിങ്ങളുടെ, താങ്കൾ, താൻ, ഇതെല്ലാം മധ്യമ പുരുഷനാണ്. ഇനി പ്രഥമ പുരുഷൻ, ദ തേർഡ് പേഴ്സൺ. തേർഡ് പേഴ്സൺ ആരെ കുറിച്ചോ അല്ലെങ്കിൽ എന്തിനെ കുറിച്ചാണോ പറയുന്നത് അതിനെ കുറിക്കുന്ന നാമം. ഓക്കെ, ആരെ കുറിച്ചാണോ അല്ലെങ്കിൽ എന്തിനെ കുറിച്ചാണോ പറയുന്നത് അവരെ കുറിക്കുന്ന നാമമാണ് പ്രഥമ പുരുഷൻ. ഓക്കെ, പ്രഥമ പുരുഷൻ. അവൻ, അവർ, അവൾ. ഇപ്പൊ ഞാൻ പറയണ നിന്നോട്, അവൻ വളരെ മിടുക്കനാണ്. ഞാൻ എന്നത് ഉത്തമ പുരുഷനും, നിന്നോട്, നീ ആരോടാണോ പറയുന്നത്, കേൾക്കുന്ന ആള്, നീ എന്ന് പറയുന്നത് മധ്യമ പുരുഷനും, അവൻ ആരെ കുറിച്ചാണോ പറയുന്നത് അവൻ പ്രഥമ പുരുഷനും ഉദാഹരണമാണ്. ഓക്കെ ആണോ നിങ്ങൾക്ക്? സ്പീഡ് കൂടുതലായിരുന്നോ? പറയൂ, പെട്ടെന്ന് പറയൂ. ഓക്കെ, നോ, സ്പീഡ് എല്ലാം ഓക്കെ ആണ്. ആർക്കും സ്പീഡ് കൂടിപ്പോയില്ലല്ലോ? ഓക്കെ, ഞാന് റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾക്കത് പറഞ്ഞു തന്നു. ഇനി നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ദ്രവ്യനാമം മാത്രമേ നമ്മൾ ഇന്ന് കഴിഞ്ഞിട്ടുള്ളൂ. ഇനി നമുക്ക് ക്രിയാനാമം പഠിക്കാനുണ്ട്, ഗുണനാമം പഠിക്കാനുണ്ട്, സമൂഹനാമം പഠിക്കാനുണ്ട്. എന്തായാലും നിങ്ങൾക്ക് നാമം എന്തെന്നും നാമത്തെ ആദ്യത്തെ കാറ്റഗറിയായ ദ്രവ്യനാമം എന്തെന്നും ദ്രവ്യനാമത്തിനകത്തുള്ള സംജ്ഞാനാമം, സാമാന്യനാമം, മേയനാമം, സർവനാമം എന്തെന്നും സർവനാമത്തിനകത്തുള്ള ഉത്തമ പുരുഷൻ, മധ്യമ പുരുഷൻ, പ്രഥമ പുരുഷൻ എന്തെന്നും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ ഓക്കെ, ദെൻ നമുക്ക് കുറച്ച് വൊക്കാബുലറി പഠിക്കാം. ഓക്കെ ഓക്കെ, നമ്മൾ ഇന്നലെ കുറച്ച് പര്യായ പദങ്ങൾ പഠിച്ചല്ലേ? എന്താ സമീരൻ? എന്താ സമീരൻ? കാറ്റ്. അപ്പൊ നിങ്ങള് അപ് ടു ഡേറ്റ് ആയിട്ട് ഇപ്പൊ പഠിച്ചു പോവാണ്, അതെനിക്ക് മനസ്സിലാവും. ഞാനിപ്പം ഞാൻ ഇന്നലെ പറഞ്ഞു ഇന്ന് ചോദിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ നിങ്ങള് എന്താണ് ഭയങ്കരമായിട്ട് വളരെയധികം ഇൻട്രസ്റ്റോട് കൂടി ഇതിൽ നിൽക്കുകയാണ്. ഒരു 10-20 ക്ലാസ് ഒക്കെ കഴിയട്ടെ, ഞാൻ ഇന്നലെയും ഇന്നും ഒക്കെ പഠിപ്പിച്ച കാര്യങ്ങൾ ഇടയ്ക്ക് ചോദിക്കും. ഞാൻ പറയൊന്നുമില്ല. മലയാളം ക്ലാസ് എന്നുണ്ടോ അതിന്റെ അന്ന് ദയവ് ചെയ്ത് നോട്ട് വായിച്ചിട്ട് ക്ലാസ്സിൽ കയറുക. ഓക്കെ, ഇല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വിളിച്ച് ചീത്ത പറയും. നിങ്ങൾ ഹെഡ്സെറ്റ് ഒക്കെ വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാത്രമേ കേൾക്കൂ, ഇല്ലെങ്കിൽ നിങ്ങളെ വീട്ടുകാരും കേൾക്കും. ഓക്കെ, ഓക്കെ, നമുക്ക് കുറച്ച് പദശുദ്ധി പഠിക്കാം. ഞാൻ പറയുന്ന വാക്കുകൾ ധൈര്യമായിട്ട് എഴുതിയിടുക, തെറ്റിച്ച് പഠിക്കാം. തെറ്റിച്ച് പഠിക്കുമ്പോൾ എന്താണ് ഉപയോഗം എന്ന് അറിയാമോ? നിങ്ങൾ അത് മറക്കൂല. ഓക്കെ, പെട്ടെന്നൊന്ന് എഴുതിയേ. 200. നോട്ട് കൈ തന്നല്ലേ നിങ്ങൾക്ക്? ഇപ്പൊ എല്ലാരും എഴുതിയിടും.
ആ ശ്രീരാജ് വരട്ടെ, വളരെ കറക്റ്റ്. നിങ്ങക്ക് എല്ലാവർക്കും ഇപ്പൊ ഈ എഴുതിയിട്ടോ എല്ലാരും മിടുക്കരാണ് കേട്ടോ. എല്ലാവർക്കും 200 എഴുതാൻ അറിയാം. ശ്രീരാജ് എഴുതിയിട്ടിരിക്കുന്നുണ്ട് ലാസ്റ്റ്, കണ്ടോ? അതാണ് 200. ഇന്ന വേണ്ട, കണ്ടോ? 200 ഞാൻ എഴുതണോ? 200. ഇനി ഒരു കാര്യം കൂടെ പറയട്ടെ, ദയവ് ചെയ്തൊരു പരീക്ഷയ്ക്ക് കറക്കി കുത്താൻ പോവല്ലേ കേട്ടോ. മിസ്സല്ലേ പറഞ്ഞത് തെറ്റിച്ച് പഠിക്കാന്ന്, അതുകൊണ്ട് തെറ്റിച്ച് എഴുതിയാണ്. ഓക്കെ, ദയവ് ചെയ്ത് കറക്കി കുത്താനോ എന്താണ് ഇനി ഒരു 5 മിനിറ്റ് ഉണ്ട്, ഒരു 10 ക്വസ്റ്റ്യനും കൂടെ കറുപ്പിച്ചിട്ട് ഇതുവഴി ഇറങ്ങി പോവാന്നോ വിചാരിക്കല്ലേ. നിങ്ങൾക്ക് എന്തറിയാന്നോ അത് മാത്രം എഴുതുക. പിന്നെ നന്നായിട്ട് പഠിച്ചിട്ട് എന്നിരിക്കുമ്പോ നിങ്ങൾ ആലോചിക്കുക, എനിക്കറിഞ്ഞൂടെങ്കിൽ ഇത് ഈ പരീക്ഷ എഴുതുന്ന 90% പേർക്കും അറിയില്ല. കാരണം ഞാൻ ഇത്രയും ഹാർഡ് വർക്ക് ചെയ്തതാണ്, ദൈവം എന്നെ ചതിക്കില്ല കേട്ടോ. അതുകൊണ്ട് അവിടെ കയറിയിരിക്കുമ്പോ അയ്യോ ഇത് എല്ലാവർക്കും അറിയാം, എനിക്കൊഴികെ ഈ നാട്ടിലുള്ള എല്ലാവർക്കും ഇതറിയാം, ഇനി ഞാൻ ഇത് എഴുതിയില്ലെങ്കിൽ ഇത് വളരെയധികം മോശമാണെന്നും പറഞ്ഞ് വരും. ഓക്കെ, 200. എന്നാ ഒന്ന് പറഞ്ഞു. ജഡം നമ്മള് മരിച്ച ശരീരമാണ് ജഡം എന്ന് പറയുന്നത്. അതെല്ലാവർക്കും ശരിയായി, മിടുക്കരാണ് കേട്ടോ. അപ്പൊ ഒന്നാമത് ഞാൻ പഠിപ്പിച്ച പദശുദ്ധി ഏതാണ്? 200. രണ്ടാമത്തത് ജഡം. എഴുതിയോ? ജഡം എഴുതിയോ? ജഡം. അടുത്തൊന്ന് എഴുതിയേ, ഉടമസ്ഥൻ. ഉടമസ്ഥൻ മറക്കല്ലേ. ഇവിടെ എല്ലാരും എഴുതിയിരിക്കുന്ന കറക്റ്റ് ആണ്, ഉടമസ്ഥൻ കേട്ടോ. ഉടമസ്ഥൻ. ഓക്കെ, ഉടമസ്ഥൻ. അപ്പൊ 200 ജഡം ഉടമസ്ഥൻ. അടുത്തൊന്ന് എഴുതിയേ, തീപിടുത്തം. പിടുത്തം അല്ല കേട്ടാ. അവിടെ ഇരിക്കുമ്പോ ആലോചിക്കും പിടുത്തമാണ്. ഒരു സെക്കൻഡേ. ഹലോ. ഓക്കെ, തീപിടുത്തം ഓക്കെ ആണേ. അടുത്തത് പൊൽക്കുടം. പൊൽക്കുടം കറക്റ്റ് ആണ്. ഓക്കെ, പൊൽക്കുടം. ഇക്ക വേണേ, പൊൽക്കുടം ഇക്ക വേണം. പൊൽക്കുടം ഇക്ക വേണേ. പൊൽക്കുടം. ഓക്കെ, അപ്പൊ ഈ 5 വാക്കുകൾ ഓർത്തു വയ്ക്കുക. കുറച്ച് നമുക്ക് പോവാം. ഇനി നമുക്ക് കുറച്ച് ശൈലികൾ പഠിക്കാം. നോക്ക്, നിങ്ങൾക്ക് ഇത് ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്തിട്ടേരെ. നമുക്ക് കുറച്ച് ശൈലികൾ പഠിക്കാം. ഒന്ന് പറഞ്ഞേ, നമ്മളെ നാട്ടിൻപുറത്ത് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ഈ പഴമക്കാര് ഡയലോഗ് അടിക്കും അല്ലേ? അല്പന ഐശ്വര്യം വന്ന അർദ്ധരാത്രിയും കുടപിടിക്കും, ആനച്ചന്തം, ഇങ്ങനെ കുറേ വാക്കുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഒന്നുമല്ലെങ്കിലും ഇൻസ്റ്റയിലും അവിടെ എവിടെയെങ്കിലും നിങ്ങൾ ഇതുപോലെയുള്ള ഡയലോഗുകളും കാര്യങ്ങളും ഒക്കെ റീൽസിലൊക്കെ കേട്ടിട്ടുണ്ട്. ഇതിനെയാണ് മലയാളത്തില് ശൈലികൾ എന്ന് പറയുന്നത്. ഇത് അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞതാണ്. കേട്ടിട്ടില്ല ഇങ്ങനത്തെ വാക്കുകൾ? അല്പന ഐശ്വര്യം വന്ന ഇത് ആരെങ്കിലും കേൾക്കാത്തവരുണ്ടോ?
ഇല്ല. അപ്പം ഇതിനെയാണ് നമ്മൾ എന്ത് ചെയ്യാ, ചുട്ടയിലെ ശീലം ചുടല വരെ, ഈ ഒരു വിഭാഗത്തിൽ പെടുന്ന ഇങ്ങനെ കുറച്ച് സെന്റൻസ് ഉണ്ട്. ഇതിനെ നമ്മള് ശൈലികൾ എന്നാ പറയുന്നേ. ഇതിന് പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഇതിന് കറക്റ്റ് മീനിങ് ഉണ്ട്. ഇങ്ങനെ വളച്ചു കെട്ടി നമ്മളൊരു കളിയാക്കുന്ന രീതിയിൽ പറയുന്നെങ്കിലും ഇതിന് കറക്റ്റ് ആയിട്ടുള്ള എന്തുണ്ട്, അർത്ഥമുണ്ട്. ഓക്കെ, അതാണ് നമ്മൾ ശൈലികൾ എന്ന് മലയാളത്തിൽ പറയുന്നത്. അപ്പൊ നോക്ക്, നമ്മൾ ഇന്ന് ആദ്യം പഠിക്കാൻ പോകുന്ന ശൈലി മൂക്ക് മുറിച്ച് ശകുനം മുടക്കുക. ഒന്നാമത്തത് എഴുതിക്കോളൂ, മൂക്ക് മുറിച്ച് ശകുനം മുടക്കുക. മൂക്ക് മുറിച്ച് ശകുനം മുടക്കുക. എന്താണ് മൂക്ക് മുറിച്ച് ശകുനം മുടക്കുക? അറിയാമോ? നോക്കൂ, നിങ്ങൾ അതിൽ നിന്ന് തന്നെ ശൈലികളിൽ അതിന്റെ അർത്ഥം കണ്ടുപിടിക്കാൻ ശ്രമിക്കണേ. മൂക്ക് ഇങ്ങനെ മുറിക്കുകയാണ്, സ്വന്തം മൂക്ക് മുറിച്ചിട്ട് ശകുനം മുടക്കുക, മറ്റൊരുത്തനെ തടയുകയാണ് നമ്മൾ, അല്ലെങ്കിൽ അവൻ എന്തോ വരുത്തുകയാണ്. ഓക്കെ, നിങ്ങൾ ഓരോ ശൈലികളും നിങ്ങൾ പരീക്ഷയ്ക്ക് ഇപ്പൊ ഇത് തന്നെ പഠിച്ചു തന്നെ കിട്ടണമെന്നൊന്നുമില്ല. എങ്കിലും നിങ്ങൾക്ക് ഒരുപാട് പഠിക്കുമ്പോഴത്തേക്ക് അതിന്റെ എങ്ങനെയാണ് ആ ട്രാക്കിലോട്ട് വീഴുന്നതെന്ന് നിങ്ങൾക്ക് കിട്ടും. നോക്കാം, മൂക്ക് മുറിച്ച് ശകുനം മുടക്കുക. ശകുനം മുടക്കുക എന്ന് പറയുന്നത് നമ്മൾ ശകുനം മുടക്കി എന്ന് പറയൂലേ, അതായത് ഒരുത്തൻ എന്തെങ്കിലും നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോൾ നമ്മൾ അവനെ എന്ത് ചെയ്യാണ്, തടസ്സപ്പെടുത്തുകയാണ്. അതിനെയാണ് നമ്മള് എന്ത് ചെയ്താലും എന്ത് ചെയ്തിട്ട് അവനെ ശകുനം മുടക്കുകയാണെന്ന് പറയും. പക്ഷെ അത് എങ്ങനെയാ മുടക്കുന്നേ? മൂക്ക് മുറിച്ച്, നോക്ക്, സ്വന്തം മൂക്ക് മുറിച്ച് ശകുനം മുടക്കുകയാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് തനിക്ക് വലിയ നാശം വരുത്തി അന്യന് ഉപദ്രവം ഉണ്ടാക്കുക. ശ്രദ്ധിക്കുക, എങ്ങനെയാണ്? മറ്റുള്ളവന് ഉപദ്രവം ഉണ്ടാക്കുക തന്നെയാണ്, പക്ഷെ എങ്ങനെയാ? തനിക്ക് വലിയ നാശം വരുത്തി, സ്വന്തം മൂക്ക് മുറിച്ച്, മണ്ടനാണ് അല്ലേ, സ്വന്തമായിട്ട് ചത്താലും കുഴപ്പമില്ല, മറ്റവനെ നന്നാവാൻ അനുസരിക്കില്ല. ഓക്കെ, അതാണ് മൂക്ക് മുറിച്ച് ശകുനം മുടക്കുക എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ്? തനിക്ക് വലിയ നാശം വരുത്തി, വാശിക്കാരൊന്നുമല്ല, മണ്ടൻ, തനിക്ക് വലിയ നാശം വരുത്തി അന്യന് ഉപദ്രവം വരുത്തുക. ഓക്കെ, രണ്ടാമത്തത് ഊട്ടിൽ ഉണ്ട്, ഊട്ടുപുര എന്ന് കേട്ടിട്ടില്ലേ? ഊട്ടുപുര, പണ്ട് ഒരുപാട് പേരിരുന്ന് ആഹാരം കഴിക്കുന്ന വലിയ ശാലകളുണ്ട്. അതായത് വലുതായിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് തറയിലിരുന്നാണ് കഴിക്കുന്നത്, പക്ഷെ 10,000 പേർക്ക് ഒരുമിച്ച് കഴിക്കാം. അതിനെയാണ് നമ്മൾ ഊട്ടുപുര എന്ന് പറയുന്നത്. ഊട്ടിലുണ്ട്, തോട്ടിൽ കൈ കഴുകുക. ഉണ്ണണത് ഊട്ടുപുരയിലായിരിക്കും, കൈ കഴുകണ എവിടെയാണ്? തോട്ടില് കൈ കഴുകുക. ഓക്കെ, ഊട്ടിൽ ഉണ്ട്, ഞാൻ എഴുതാണോ? പറയൂ പെട്ടവ. അതാ ശ്രീരാജ് എഴുതിയിട്ടുണ്ട്. ഊട്ടിൽ ഉണ്ട്, തോട്ടിൽ കൈ കഴുകുക. ഒന്നാമത്തെ എന്തുവാ? മൂക്ക് മുറിച്ച് ശകുനം മുടക്കുക. അതിന്റെ അർത്ഥം അതിൽ തന്നെ ഉണ്ട്, തനിക്ക് വലിയ നാശം വരുത്തിയിട്ടാണെങ്കിലും അന്യനെ ഉപദ്രവിക്കുക. മൂക്ക് മുറിച്ച് ശകുനം മുടക്കുക. രണ്ടാമത്തത് ഊട്ടിലുണ്ട്, തോട്ടിൽ കൈ കഴുകണം. അമ്പലത്തിലൊക്കെ ഉണ്ട്. അതെ, പറ. നിരുത്തരവാദിത്തപരമായി, ഒരു ഉത്തരവാദിത്വം ഇല്ല, എവിടെയെങ്കിലും എന്തെങ്കിലും ചെയ്യാ, വേറെ എവിടെയെങ്കിലും പോയി എന്തെങ്കിലും കാണിക്കുക, അതാണ് കേട്ടോ. അതാണ് ഊട്ടിലുണ്ട്, തോട്ടിൽ കൈ കഴുകണം എന്ന് പറയുന്നത്. നിരുത്തരവാദിത്തപരമായിട്ട് പെരുമാറുക, ഉത്തരവാദിത്വം ഇല്ല. ഓക്കെ, അതാണ് നമ്മൾ വിചാരിക്കൂല ഇതെന്ന്. ഒന്ന് ശ്രദ്ധിച്ചത് ഒരു 2-3 പ്രാവശ്യം ആ ഒരു വാക്ക് വായിച്ച് അതിന്റെ ഓപ്ഷൻസും വായിച്ചെടുക്കുക. പെട്ടെന്ന് കണ്ടുകൊണ്ട് ഒരെണ്ണത്തില് ഈ ശൈലികളൊന്നും കയറി കുത്തിക്കളയല് കേട്ടോ. അതെ, നിരുത്തരവാദപരമായി പെരുമാറുക. ആട് മേഞ്ഞ കാട്. മൂന്നാമത്തത് ആട് മടിയൻ വരും അതിന്. മടിയൻ അയ്യോ അതൊന്നുമില്ല, മടിയനോ? ആട് മേഞ്ഞ കാട്. ഒരാടിനെ ഒരു കാട്ടിനകത്ത് അല്ലെങ്കിൽ പോട്ടെ കുറച്ച് പുല്ലും ഇതൊക്കെ ഉള്ള സ്ഥലമാണ് നമ്മൾ കാടെന്ന് ഉദ്ദേശിക്കുന്നത്. അതെ, ബാക്കി അവിടെ ഒന്നും കാണില്ല. ആട് മേഞ്ഞ് അവിടെ ഇവിടെ കിടക്കണം, മൊത്തം ചവിട്ടി നശിപ്പിച്ച് കുറെ തിന്ന് അവിടെ
ഒന്നും കാണൂല, ശൂന്യമായ സ്ഥലം, ഒന്നും ബാക്കി വെക്കൂല, എല്ലാം നശിപ്പിക്കും ആടിനെ നമ്മള് വിട്ടു കഴിഞ്ഞാൽ. ഓക്കെ, ആട് മേഞ്ഞ കാട് എന്താ? ശൂന്യമായ സ്ഥലം. ഓക്കെ, ആട് മേഞ്ഞ കാട് ശൂന്യമായ സ്ഥലം. എട്ടാം പൊരുത്തം. എട്ടാം പൊരുത്തം അവർ തമ്മില് എട്ടാം പൊരുത്തമാണെന്ന് പറയും. കേട്ടിട്ടില്ലേ? സെറ്റാണെന്ന് പറയും. എന്താണ്? ഓ, നല്ല ചേർച്ച, അത് തന്നെ. എട്ടാം പൊരുത്തം. 10ൽ 8 പൊരുത്തം. എട്ടാം പൊരുത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യോജിപ്പില്ലായ്മ. എന്താണ്? എട്ടാം പൊരുത്തം എന്ന് പറഞ്ഞാൽ അടിയാണ്. കുറെ പേർക്കെങ്കിലും അറിയാം, ഇല്ലെങ്കിൽ പരീക്ഷ ഹോളിൽ ഇരുന്ന് വായിക്കാം. എട്ടാം പൊരുത്തം സെറ്റ്, ഭയങ്കര മാച്ചാണെന്നും പറഞ്ഞ് എഴുതും. എട്ടാം പൊരുത്തം യോജിപ്പില്ലായ്മ. ശ്രീരാജ് എഴുതിയിടുന്നുണ്ടേ. ഓക്കെ, താപ്പാന, ദ ലാസ്റ്റ് വൺ, താപ്പാന. മമ്മൂട്ടിയുടെ ഒരു സിനിമയില്ലേ താപ്പാന? കേട്ടി? മമ്മൂട്ടിയല്ലേ? ആണ്. പരിചയ സമ്പന്നൻ, അതാണ് താപ്പാന എന്ന് പറയുന്നത് കേട്ടാ. താപ്പാന, പരിചയ സമ്പന്നൻ. മൂക്ക് മുറിച്ച് ശകുനം മുടക്കുക, തനിക്ക് വലിയ നാശം വരുത്തി അന്യന് ഉപദ്രവം ഉണ്ടാക്കുക, ഊട്ടിലുണ്ട് തോട്ടിൽ കൈ കഴുകുക, നിരുത്തരവാദപരമായി പെരുമാറുക, ആട് മേഞ്ഞ കാട് ശൂന്യമായ സ്ഥലം, എട്ടാം പൊരുത്തം യോജിപ്പില്ലായ്മ, താപ്പാന പരിചയ സമ്പന്നൻ. ഓക്കെ ആണോ? ഒന്നുകൂടെ പറയണോ? ഒന്നുകൂടി പറയണോ? വേണ്ട, ഓക്കെ ആണ്. ഇനി നമുക്ക് കുറച്ച് എതിർലിംഗം പഠിക്കാം. ഓക്കെ, പെട്ടെന്ന് പറയണേ. ദുഃഖി, എപ്പോഴും ദുഃഖിച്ചിരിക്കുന്നവനെയാണ് നമ്മൾ ദുഃഖി എന്ന് പറയുന്നത്. അതിന്റെ ഓപ്പോസിറ്റ് എതിർ ലിംഗം ബ്രാക്കറ്റ് നിങ്ങൾ എഴുതിക്കൊള്ളണം, അറിയാത്തവര്. ഓപ്പോസിറ്റ് വേർഡ്. ഓക്കെ, ദുഃഖി, ദുഃഖിനി എഴുതി പഠിച്ചോളൂ. ദുഃഖി, ദുഃഖിനി. ആ ദുഃഖി എന്നൊന്ന് എഴുതിയേ. ദൂ ഇട്ടിട്ട് 2 അമ്മടയാളം ഉണ്ട്, വിസർഗം വരുന്നുണ്ട് അതിന് നടുക്ക്. ഒന്ന് ശ്രീരാജ് എഴുതിയിട്ടെ. ആ, ദുഃഖി, ദുഃഖിനി. ഓക്കെ, ദുഃഖി, ദുഃഖിനി. ഓക്കെ, ദുഃഖി, ദുഃഖിനി. രക്ഷകൻ, ഇതൊക്കെ എപ്പോഴും നമുക്ക് ഡൗട്ട് വരുന്ന വാക്കുകളാണ്. രക്ഷകൻ, രക്ഷിക, രക്ഷകി അല്ല കേട്ടോ. രക്ഷകൻ, രക്ഷിക. ഓക്കെ, രക്ഷിക. പ്രാണി, പ്രാണി, നമ്മുടെ ചെറിയ പ്രാണി, പ്രാണി. പ്രാണി, പ്രാണിനി. പ്രാണി, പ്രാണിനി. ദുഃഖി, ദുഃഖിനി. രക്ഷകൻ, രക്ഷിക. ഘാതകൻ, ഏത് ഘായാണ്? മേഘം എന്നെഴുതുന്ന ഘ. നമ്മള് കൊല്ലുന്നവൻ എന്നാണ് ഈ ഘാതകൻ എന്നതിന്റെ വാക്കിന്റെ അർത്ഥം. ഓക്കെ, ഘാതകൻ, ഘാതിക, കൊലയാളി. ഓക്കെ, അത് പെണ്ണാണെങ്കിൽ അതിനെ ഘാതിക എന്ന് പറയും. ഓക്കെ, ദ ലാസ്റ്റ് വൺ, പൗരൻ. പൗരൻ, പൗരൻ, പൗരിയല്ല, പുരന്ത്രി. ഈ പൗരിയും ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ നിങ്ങൾ പുരന്ത്രി എഴുതി പഠിച്ചോളണേ. പൗരൻ, പുരന്ത്രി. ഓക്കെ, പുരന്ത്രി. ദുഃഖി, ദുഃഖിന്. പുരന്ത്രി ഇങ്ങനെയല്ല ശ്രീരാജേ, പുരന്ത്രി ഇങ്ങനെയല്ല. നോക്കട്ടെ. ആ, പുരന്ത്രി കേട്ടോ. പൗരൻ, പുരന്ത്രി. നോക്ക്, ദുഃഖി, ദുഃഖിനി, രക്ഷകൻ, രക്ഷിക, പൗരൻ, പുരന്ത്രി, പ്രാണി, പ്രാണിനി, ഘാതകൻ, ഘാതിക. ഓക്കെ ആണോ? ഇത്രയും നിങ്ങൾക്ക് 5 എണ്ണം. ഇതൊക്കെ നമ്മള്
കുറച്ചായിട്ട് ട്രാക്കിലോട്ട് വീഴും. ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് കുറച്ച് പ്രയാസം തോന്നും. നിങ്ങൾ സങ്കടപ്പെടണ്ട. നിങ്ങൾ കുറച്ചൊന്ന് അധ്വാനിച്ച് ഒന്ന് റിവിഷനൊക്കെ ചെയ്തു വരുമ്പോ സെറ്റ് ആവും കേട്ടോ, പേടിക്കണ്ട. ഓക്കെ ഓക്കെ. ഇനി ഞാന് നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞുതരാം കേട്ടോ. നിങ്ങളിത് ശ്രദ്ധിച്ച് കേൾക്കണേ. എന്റെ വീട്ടിന്റെ അടുത്ത് നടന്ന ഒരു സംഭവമാണ് കേട്ടോ. ഒന്ന് കേട്ടോ, അതൊരു കഥ പറഞ്ഞുതരാം. എന്റെ വീട് കാരൂരാണ് കേട്ടോ. എന്റെ വീട് കാരൂരാണ്. കാരൂർ കേട്ടിട്ടില്ലേ നിങ്ങളെ സ്ഥലം? കാരൂരുള്ള ആരെങ്കിലും ഉണ്ടോ ഇവിടെ? നോട്ട് ഞാൻ കാര്യം ചോദിച്ചോട്ടെ, സാറ് നോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നോ ആദ്യമേ? സാർ കൊടുത്തിട്ടില്ല. സാർ കൊടുത്തിട്ടില്ലല്ലോ. അല്ലെങ്കിൽ പിന്നെ ഈ കഥയുടെ ത്രില്ല് പോവും. എന്റെ വീട് കാരൂരാണ്. അതെ, കാരൂർ നീലകണ്ഠൻ പിള്ളയുടെ വീടിന്റെ തൊട്ടിപ്പുറത്താണ് കേട്ടോ. അപ്പൊ അവിടെ ഈ സീരിയസ് ആയിട്ട് അവിടെ ഒരു അപ്പൂപ്പനുണ്ട്. ആ അപ്പൂപ്പന്റെ പേര് നീലകണ്ഠൻ എന്നാണ്. ആ അപ്പൂപ്പന് ഒരു വയസ്സായ ഒരു അമ്മൂമ്മ, ഒരു കിഴവിയും ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പൊ വീട് എവിടാന്ന് ഞാൻ പറഞ്ഞു. സീരിയസ് ആയിട്ട് കഥ കേൾക്കുക ആദ്യം. ഞാൻ പറയുന്ന കഥയെങ്കിലും നിങ്ങൾ ആദ്യം ഒന്ന് കേൾക്കുക. ഓക്കെ. അവിടെ എന്റെ വീട് ഇവിടെ കാരൂരാണ്. ഞാൻ പറഞ്ഞ എന്റെ വീടിന്റെ തൊട്ടപ്പുറത്ത് കാരൂർ നീലകണ്ഠൻ. ഈ അപ്പൂപ്പന്റെ പേര് നീലകണ്ഠൻ എന്ന് തന്നെയാണ്. അപ്പൊ ഈ അപ്പൂപ്പന് ക്ലാസ്സിലുള്ളവരെ മിണ്ടരുത്. എന്റെ ക്ലാസ്സിൽ മുന്നേ ഇരുന്നവർ മിണ്ടരുത്. എന്റെ കഥ പുതിയതായിട്ട് കേൾക്കാൻ കുറച്ച് പിള്ളേര് വന്നിട്ടുണ്ട്. ടീച്ചർ പറയും ഇവിടെ ആരും ടൈപ്പ് ചെയ്യണ്ട. ഓക്കെ. എന്റെ കഥ കേട്ടിട്ട് നിങ്ങൾ ആരും ഇവിടെ സങ്കടപ്പെടേ ഒന്നും ചെയ്യണ്ട. ഓക്കെ. അപ്പൊ എന്റെ വീടിന്റെ അപ്പുറത്ത് ഈ നീലകണ്ഠൻ എന്ന് പറയുന്ന ഒരു അപ്പൂപ്പനും അപ്പൂന്റെ ഭാര്യ, ഒരു വയസ്സായ ഒരു അമ്മൂമ്മ, ഒരു കിഴവി. ഞങ്ങളുടെ നാട്ടിലൊക്കെ അമ്മൂമ്മ കിഴവിമാരെന്നൊക്കെ. അപ്പൊ കിളവിന്ന് കേട്ടിട്ടില്ലേ? കിഴവിയും ഉണ്ടായിരുന്നു. ഈ അമ്മൂമ്മയ്ക്ക്, ഈ കിഴവിക്ക് ഈ അമ്മൂമ്മയ്ക്ക് ഒരു കോഴി ഉണ്ടായിരുന്നു കേട്ടാ. നിങ്ങൾ കേട്ടിട്ടില്ലേ? നമ്മളെ വീട്ടിൽ വളർത്തുന്ന ഒരു കോഴി. അപ്പൊ ഈ അമ്മൂമ്മയ്ക്ക്, ഈ കിഴവിക്ക് എന്ത് ചെയ്യും? കിഴവി എന്നാ ഞങ്ങളുടെ നാട്ടിലുള്ളവർ പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ എന്റെ ഒരു തനതായ നാട്ടുമ്പുറ ശൈലിയിൽ ഞാൻ പറയാണ്. കിഴവി എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ കേട്ടിട്ടില്ലാത്തവർ ഇതാരാ ഈ കിഴവി, കിളവി എന്നല്ലേ പറയുന്നതെന്ന് പറയല്. കിഴവി എന്നാണ് ഞങ്ങൾ ഇവിടെ പറയുന്നത്. ഈ അമ്മൂമ്മയ്ക്ക് എന്തുണ്ട്? ഈ കിഴവിക്ക് ഒരു കോഴിയും ഉണ്ടായിരുന്നു. ഓക്കെ. ഈ അമ്മൂമ്മ, ഈ കിഴവിയും കോഴിയും വലിയ കൂട്ടായിരുന്നു. ഏത് നേരം നോക്കിയാലും ഞാൻ നോക്കുമ്പോഴില്ല ഈ അമ്മൂമ്മയും ഈ കിഴവിയും എന്ത് ചെയ്യും? ഈ കിഴവിയും ഈ കോഴിയും കൂടെ ഇരുന്ന് ചുമ്മാ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അവര് ഭയങ്കര കൂട്ടായിരുന്നു. അപ്പൊ ഈ ഒരു ദിവസം ഈ കോഴി ഉണ്ടല്ലോ, നമ്മുടെ 2 വീട് അപ്പുറം ഉതുപ്പാൻ എന്ന് പറയുന്ന ഒരു അപ്പൂപ്പനുണ്ട്. ആ അപ്പൂപ്പന്റെ കിണറ്റിൽ അങ്ങ് വീണുപോയി. ഞാൻ പറയുന്ന അപ്പൂപ്പന്റെ പേരൊന്ന് ഓർത്ത് വെച്ചോ. ഉതുപ്പാൻ എന്ന് പറയുന്ന ഒരു വീടുണ്ട്. അവിടെ കിണറില് ഈ കോഴി ഇങ്ങനെയൊക്കെ വീട്ടിന്റെ ചുറ്റുമൊക്കെ ഇങ്ങനെ പാറി പറന്ന് നടന്ന സമയത്ത് ഈ ഉതുപ്പാന്റെ കിണറില് വീണുപോയി. നമുക്കാണെങ്കിലും നമ്മളെ സ്നേഹിച്ചവര് നഷ്ടപ്പെടുമ്പോഴത്തേക്കുള്ള സങ്കടം അറിയാലോ. നമ്മൾ ഭയങ്കര ഇന്റിമേറ്റ് ആയിട്ടുള്ള ഒരാള് പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോകുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടം തോന്നും. അപ്പൊ ഈ കിഴവിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അപ്പൊ എന്ത് ചെയ്യും? അമ്മൂമ്മയല്ലേ, അവരൊക്കെ എടുത്ത് കിണറ്റിലോട്ട് ചാടാൻ പറ്റുമോ? ഇവരെന്ത് ചെയ്തു? ആ കിണറിലോട്ട് നോക്കി ഇങ്ങനെ ഇരുന്ന സമയത്ത് അവരിങ്ങനെ ദൈവത്തിനോട് പ്രാർത്ഥിക്കണം, ദൈവമേ എന്തെങ്കിലും ഒരു മായാജാലം സംഭവിച്ച് എന്റെ കോഴി ഇങ്ങനെ മുകളിലോട്ടൊന്ന് കയറി വരണേ എന്ന് പ്രാർത്ഥിച്ചു. കുറെ നേരം ഈ കിഴവി ഉതുപ്പാന്റെ കിണറിൽ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. ഉതുപ്പാന്റെ കിണർ നോക്കി ഇങ്ങനെയാണ് ആ കിണറ്റിനകത്തോട്ട് ഇങ്ങനെ നോക്കിയിരുന്ന സമയത്ത് ഈ കോഴി ഇങ്ങനെ തനിയെ മുകളിലോട്ട് പൊങ്ങി വരികയാണ്. വെള്ളത്തിൽ പോയ കോഴി എന്താണ്? മുകളിലോട്ട് ഇങ്ങനെ തനിയെ പൊങ്ങി വരികയാണ്. ഈ പൊങ്ങി വന്ന കോഴിയുടെ കാലിലെ ഒരു മോതിരം ഉണ്ടായിരുന്നു. കിണറിന്റെ അടിയിൽ നിന്ന് പൊങ്ങി വന്ന കോഴിയുടെ കാലില് എന്തുണ്ടായിരുന്നു? ഒരു മോതിരം ഉണ്ടായിരുന്നു. ടൈപ്പ് ഒന്നും ചെയ്യണ്ട, ഞാൻ പറഞ്ഞോളാം. ആരും ടൈപ്പ് ചെയ്യണ്ട. ഓക്കെ, ടൈപ്പ് ഒന്നും ചെയ്യണ്ട. ഈ കോഴിയുടെ കാലിലൊരു മോതിരം ഉണ്ടായിരുന്നു. അതുപോലെ ഈ കോഴിയുടെ തൂവലുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മളെ പിശാചിന്റെ ഒരു കുപ്പായം പോലെ ഇങ്ങനെ വിരിച്ചു വെച്ചിരിക്കൂലേ നമ്മളെ കുപ്പായമൊക്കെ. ഇങ്ങനെ ഈ കോഴി ചിറക് ഇങ്ങനെ വിരിച്ചാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ ഒരു പിശാചിനെ പോലെയാണ് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അതിന്റെ കുപ്പായം പോലെ ഇരിക്കും. അങ്ങോട്ട് എന്ന് വെച്ചാൽ കിഴവിയുടെ കൂടെ ഉണ്ടായിരുന്ന കോഴിയല്ല തിരിച്ചു വന്നപ്പോഴത്തേക്ക്. അപ്പൊ അതിന്റെ ചിറകൊക്കെ ഈ കുപ്പായം, പിശാചിന്റെ കുപ്പായം കണക്ക് ഇങ്ങനെ വിരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടതും പൊങ്ങി വന്ന ഈ കോഴി ഇങ്ങനെ
പൊങ്ങി പൊങ്ങി വന്ന് വന്ന് കരയിൽ വന്ന് ഇരുന്നപ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ ഈ കിഴവി എന്ത് ചെയ്തു? ഓടിപ്പോയി ആ കോഴിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു പൊതിച്ചോറും ഒരു പൂവമ്പഴവും കൂടെ എടുത്തോണ്ട് വന്നു. നമ്മളാണെങ്കിൽ കുറച്ച് അരിയോ ഗോതമ്പോ വാരി ഇട്ട് കൊടുക്കും. അമ്മൂമ്മ സെറ്റ് ആയിരുന്നു. അഥവാ കോഴി തിരിച്ചു വരികയാണെങ്കിൽ അമ്മൂമ്മ വാങ്ങി വെച്ചിരുന്ന പൊതിച്ചോറും ചിലപ്പോ അത് പെട്ടെന്ന് തിന്നില്ലെന്ന് വെച്ചിട്ട് അവിടെ നിന്ന് ഒരു പൂവമ്പഴവും കൂടെ എടുത്തോണ്ട് വന്ന് കൊടുത്തു. ഓക്കെ. പക്ഷേ ഈ വെള്ളത്തിന്റെ അടിയിൽ നിന്ന് ഈ പിശാചിന്റെ കുപ്പായവും കാലിൽ മോതിരവും ഒക്കെ ഇട്ട് വന്ന ഈ കോഴിയുണ്ടല്ലോ, ഇതൊന്നും കഴിക്കാതെ ഒരു മരപ്പാവയെ പോലെ എന്ത് ചെയ്തു? ഈ കിഴവിയെ നോക്കിയിരുന്നതേ ഉള്ളൂ. കാരണം അതാകെ നനഞ്ഞ് ഒരുമാതിരി വേറൊരു രൂപത്തിലാണ് വന്നത്. അതിന് ഈ പൊതിച്ചോറും പൂവമ്പഴവും ഒന്നും വേണ്ട. അവരെന്താണ്? ഒരു മരപ്പാവയെ പോലെ ആ കോഴി കിഴവിയെ നോക്കി നിന്നു. അത് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാമ്പോ ഇവിടെ കോഴിയൊക്കെ കുടഞ്ഞിട്ടിട്ടുണ്ട്. ആ കിണർ വിരിച്ചു വന്നതിന് അതിൽ ആ കോഴിയുടെ കാലിലൊരു മോതിരം ഉണ്ടായിരുന്നു. ആരോ എന്തോ ചെയ്തുകൊണ്ടിട്ടൊരു മോതിരമായിരുന്നു. ആ മോതിരം കിടന്നപ്പോഴത്തേക്ക് അത് ചിറകൊക്കെ വിരിച്ചാ കയറി വന്നത്. ഓക്കെ, മനസ്സിലായ നിഷിരാജ്? കൂടോത്ര, അത് തന്നെയാണ് നാട്ടു കൂടോത്ര. അതിന്റെ കാലിൽ വേറൊരു സംഭവം ഉണ്ടായിരുന്നു. അപ്പൊ കോഴി നനഞ്ഞു കയറി വന്നില്ല, ഒട്ടി വലിഞ്ഞ തൂവലും കൊണ്ടല്ല വന്നത്. ഓക്കെ ആണോ? അപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങള് ഒരു സിനിമാ കഥ പോലെ അത്യാവശ്യം നിങ്ങൾക്ക് മനസ്സിലായി ഇല്ലേ? മനസ്സിലായില്ലേ? കാരൂരാണ് എന്റെ വീടെന്ന് പറഞ്ഞേ. കാരൂരാണ് എന്റെ വീടെന്ന് പറഞ്ഞു. എന്റെ വീടിന്റെ അപ്പുറത്തുള്ള നീലകണ്ഠനെ നീലകണ്ഠന്റെ ഭാര്യ കിഴവിയും, കിഴവിക്കൊരു കോഴിയുടെ കാര്യവും പറഞ്ഞു. കോഴി ആരെ കിണറ്റില് വീണെന്ന് ഞാൻ പറഞ്ഞു ഇല്ലേ? കിണറ്റില് വീണപ്പോഴത്തേക്ക് കിഴവി എന്ത് ചെയ്തെന്ന് പറഞ്ഞു. സങ്കടത്തോടെ കിഴവി നോക്കി നിന്ന സമയത്ത് കാലിലൊരു മോതിരവും പിശാചിന്റെ കുപ്പായവും ഇട്ട് ആ കോഴി കയറി വന്ന കാര്യം ഓർത്ത് പറഞ്ഞു. അത് വന്നപ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷത്തോടെ കിഴവി ഓടിച്ചെന്ന് അതിന് കഴിക്കാൻ കൊണ്ട് കൊടുത്ത സാധനങ്ങൾ പൊതിച്ചോറും പൂവമ്പഴവും പറഞ്ഞു. പിന്നെ ഇതെല്ലാം കണ്ടിട്ടും, ബിരിയാണി കണ്ടിട്ട് പോലും കോഴി എന്ത് ചെയ്തു? മരപ്പാവയെ പോലെ നോക്കി നിന്നതേ ഉള്ളൂ. ഓക്കെ. എന്താണിത്? പ്രശസ്ത എഴുത്തുകാരനായ കാരൂർ നീലകണ്ഠ പിള്ള. ആദ്യമായിട്ട് കേൾക്കുന്നവരുണ്ടാവും. ഇങ്ങനെയൊക്കെ കുറച്ച് കഥ എഴുതുന്നയും നോവൽ എഴുതുന്ന ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഓക്കെ. അപ്പൊ അതില് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു എഴുത്തുകാരനാണ് കാരൂർ നീലകണ്ഠ പിള്ള. ബിരിയാണി സന്തോഷം. ഞാൻ പൊതിച്ചോറാണ്, ബിരിയാണിയുടെ കാര്യമല്ല പറഞ്ഞത്, ഞാൻ പൊതിച്ചോറിന്റെ കാര്യമാണ് പറഞ്ഞത്. ഓക്കെ. കാരൂർ നീലകണ്ഠ പിള്ള എന്ന് പറയുന്ന ഒരു എഴുത്തുകാരന്റെ കുറച്ച് ഫേമസ് ആയിട്ടുള്ള കൃതികളാണ്. ഓക്കെ. നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു പോർഷനാണ്. കൃതികളും അതാരാണ് എഴുതിയത്, ഈ കൃതികളുടെ കഥാപാത്രങ്ങള് ഒക്കെ നമുക്ക് പരീക്ഷയ്ക്ക് വരും. ഓക്കെ. അപ്പൊ ഏതൊക്കെയാണ് കൃതികളെന്ന് നിങ്ങൾക്ക് ഇതിൽ നിന്ന് തന്നെ കിട്ടും. ബിരിയാണി എഴുതിയത് സന്തോഷ് എന്ന് പറയുന്ന, സന്തോഷ് എച്ചിക്കാനാണോ? എനിക്ക് പെട്ടെന്ന് കിട്ടുന്നില്ല. ബിരിയാണി ആണ്. അപ്പൊ പുള്ളിയാണ്. നിഷി അതങ്ങ് ഡിലീറ്റ് ചെയ്തോ. ചിലർക്ക് ഇത് പറയുമ്പോ പെട്ടെന്ന് കിട്ടത്തില്ല. വേറെ കൃതികൾ ഇവിടെ കയറി പറയല്ലേ. ഓക്കെ. അപ്പൊ ഞാൻ ഇവിടെ പറഞ്ഞത് മാത്രം നിങ്ങൾ കേൾക്കുക. കാരൂർ നീലകണ്ഠ പിള്ളയുടെ പ്രശസ്തമായ കുറച്ച് എഴുത്തുകൾ അദ്ദേഹം ഇനിയും എഴുതിയിട്ടുണ്ട്. ഇതിൽ കൂടാതെ ഇനിയും എഴുതിയിട്ടുണ്ട്. എന്റെ ഭാവനയില് ഞാൻ എഴുതിയ ഒരു ചെറിയൊരു കോഡ് നിങ്ങൾക്ക് കുറച്ചെങ്കിലും കൃതികൾ കിട്ടട്ടെ. ഞാനീ ബിരിയാണി കണ്ടിട്ടെന്ന് പറഞ്ഞത് വേറൊന്നും കണ്ടല്ല. നമ്മൾ തിന്നാതിരുന്നിട്ട് ഫുഡ് കാണുമ്പോഴത്തേക്ക് ബിരിയാണി കൊണ്ട് വെച്ചാലും നമ്മൾ ചിലപ്പോ ഒന്നും തിന്നാതിരിക്കില്ല. ആ ഒരു ഉദ്ദേശത്തിൽ പറഞ്ഞാണ് ബിരിയാണി എന്നല്ല, പൊതിച്ചോറ്. ഓക്കെ. ഞാൻ ഉദ്ദേശിച്ചത് അതാണ്. പൊതിച്ചോറ് കണ്ടിട്ട് പൊതിച്ചോറും പൂവമ്പഴവും കണ്ടിട്ട് മരപ്പാവ പോലെ നോക്കുന്നു, അത്രേ ഉദ്ദേശമുള്ളൂ. ഓക്കെ. അപ്പൊ ഏതാണ് കൃതികൾ? ഏതൊക്കെയാണ് പെട്ടെന്ന് പറഞ്ഞേ. എനിക്ക് വേണ്ടത് കൃതികളാണ്. കിഴവിയും കോഴിയും, ഉതുപ്പാന്റെ കിണർ, മോതിരം, പിശാചിന്റെ കുപ്പായം, പൊതിച്ചോറ്,
പൂവമ്പഴം, മരപ്പാവ, കിഴവിയും കോഴിയും, ഉതുപ്പാന്റെ കിണർ, മോതിരം, പിശാചിന്റെ കുപ്പായം, പൊതിച്ചോറ്, പൂവമ്പഴം, മരപ്പാവ. ഓക്കെ. കാരൂർ നീലകണ്ഠപിള്ള. കാരൂരാണെന്നും കൂടെ ഓർത്തു വെച്ചോളണം. അവസാനം ഈ കോഡ് കിട്ടും. കാരൂരാണ് എന്റെ ആ കിഴവിയുടെ വീടും അപ്പൂപ്പന്റെ വീടും ഒക്കെ കാരൂരാണെന്ന് അതുകൂടെ ഓർത്തു വയ്ക്കുക. ഓക്കെ ആണോ? ഇന്ന് പഠിച്ച ഗ്രാമർ പോർഷനും വൊക്കാബുലറിയിൽ നമ്മൾ പഠിച്ച പദശുദ്ധിയും കുറച്ച് ശൈലികളും കുറച്ച് എതിർലിംഗവും ഒരു കൃതി, നമ്മൾ ഒരാളുടെ വളരെ കുറച്ച് കൃതികൾ ഇനിയും ഉണ്ടേ വളരെ കുറച്ച് കൃതികൾ. നമ്മളെ ബഷീറിക്കയും പിന്നെ നമ്മുടെ MG യും ഒക്കെ പുറകെയുള്ള ക്ലാസ്സുകളിൽ വരും. എന്റേതായിട്ടുള്ള രീതിയിലുള്ള ഈ കൃതികൾക്ക് മാത്രമേ ഞാൻ കോഡ് തരൂ കേട്ടോ. വേറൊന്നും നമ്മൾ കോഡിലൂടെ പഠിക്കൂല. ഈ കൃതികൾ മാത്രം നമുക്ക് ചെറിയ ചെറിയ കോഡില് പഠിക്കാം. എനിക്ക് കോഡ് പഠിക്കുന്നതിനോട് വലിയ താല്പര്യമല്ല. ഞാൻ പഠിച്ച സമയത്ത് എനിക്ക് ഒരു വിധത്തിലും ഇത് കിട്ടത്തില്ല, കൃതികൾ നമുക്ക് എഴുതിയത് കിട്ടത്തില്ല. അങ്ങനെ വരുമ്പോ ഞാൻ എന്റേതായ ശൈലിയില് തീപിടുത്തം 2 പ ഉണ്ടായിരുന്നേ. നിങ്ങൾ 1 പായാണോ എഴുതിയത് ശ്രീരാജേ? അയ്യോ 2 പായുണ്ടേ, 2 പാ. ശ്രീരാജ് എഴുതി ഇട്ടത് ശരിയെന്നും പറഞ്ഞാണ് ഞാൻ അത് ഓക്കെ പോയത് കേട്ടോ. താങ്ക് യു. ആരായിരുന്നു? 7 വണ്ടേഴ്സ്. ഓക്കെ, 2 പായുണ്ടേ. ഓക്കെ. അപ്പൊ ഓക്കെ, ഇത്രയും ഓക്കെ അല്ലേ? ഓക്കെ. ഇനി നോട്ട് കൂടെ കിട്ടും. എന്തെങ്കിലും ഒക്കെ എഴുതിയുള്ള മിസ്റ്റേക്സ് എല്ലാം കൂടെ ഉണ്ടെങ്കിൽ നോട്ടിൽ നിന്ന് തിരുത്തുക. അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ഡൗട്ട്സ് എല്ലാം നോട്ട് ചെയ്ത് വയ്ക്കുക, അതെന്നോട് ചോദിക്കാം. ഓക്കെ ആണോ? ഓക്കെ, ആൻഡ് താങ്ക് യു. ഗുഡ് നൈറ്റ്.